നിങ്ങൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന രണ്ട് ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഈ രണ്ട് ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാശൊക്കെ ലാഭിക്കാൻ സാധിക്കും. അത് നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്ന്. നിങ്ങൾ ഡബിൾ ഡോർ ഫ്രിഡ്ജോ അല്ലെങ്കിൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജോ ഉപയോഗിക്കുന്നവരായിക്കോട്ടെ, പക്ഷേ നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും മെഗ്നാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടിപ്സ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ല. അത് ഒന്നാമത്തേതായിട്ട് നമ്മുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നിട്ട് നമ്മൾ ഫ്രീസർ ഡോർ തുറക്കുമ്പോൾ ഇതുപോലെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വിഷമിക്കേണ്ട വഴിയുണ്ട്. അപ്പോൾ ഫ്രീസർ ഡോർ അതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഫ്രീസർ ഡോർ വാങ്ങിച്ച് വെക്കേണ്ടതില്ല, അത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് കാണിക്കുന്നത് ആ ഫ്രീസർ ഡോർ എങ്ങനെ നമ്മൾ റിപ്പയർ ചെയ്ത് ശരിയാക്കി എടുക്കും എന്നതാണ്. രണ്ടാമതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഡോറിൽ ഉണ്ടായിരിക്കുന്ന ബോട്ടിൽ ട്രൈസ് ഇല്ലേ, ഇതുപോലത്തെ. അപ്പോൾ ഈ ബോട്ടിൽ ട്രൈസ് ഇളകി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാക്കി എടുക്കാമെന്നും ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ അത് റിപ്പയർ ചെയ്യുന്നതിന് കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ ഡോർ തുറക്കുമ്പോൾ ഇതുപോലെ പൊട്ടി കയ്യിൽ പോരാൻ കാരണം ഫ്രീസറിനകത്ത് നിറയെ ഐസ് ഉള്ളത് കൊണ്ടാണ്. ഐസിൽ ഫ്രീസർ ഡോർ ഉറച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളിത് തുറക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഐസ് പിടിക്കാൻ കാരണം തെർമോസ്റ്റാറ്റ് എന്നൊരു കട്ട് ഓഫ് സ്വിച്ച് കേടായത് കൊണ്ടാണ്. അത് മാറ്റുന്ന വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തെർമോസ്റ്റാറ്റ് മാറുന്നതിന് മുന്നേ നമ്മൾ ഫ്രീസർ ഡോർ റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഫ്രീസർ ഡോറിൻ്റെ ബോട്ടം സൈഡിലുള്ള ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ, അതാണ് ഇവിടെ പൊട്ടിപ്പോയിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ മറ്റൊരു ഐഡിയ കാണേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 സ്ക്രൂ ഉണ്ട്. അത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനാണ് 3 സ്ക്രൂ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഒരു വാഷറും ഉണ്ടായിരിക്കുക. എൻ്റെ കയ്യിൽ നിങ്ങളിപ്പോൾ ഒരു വാഷറും കണ്ടിട്ടുണ്ടാവും. അതെടുത്തതിന് ശേഷം നമ്മൾ ഫ്രീസറിന് താഴെ കാണുന്ന ഈ ട്രേ എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മുടെ ഫ്രീസർ ഡോർ പഴയ പൊസിഷനിൽ കൊണ്ടുവച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ജസ്റ്റ് ആ ഫ്രീസർ ഡോർ ഇവിടെ വെക്കുക. എന്നിട്ട് അതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളിവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്കിംഗ് നല്ല രീതിയിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മാർക്ക് ചെയ്യുന്ന ഭാഗം ഫ്രീസർ ഡോറിൽ ഒരു ഡിഗ് വീഴ്ത്തണം, ഒരു കുഴി വീഴ്ത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രീസർ ഡോർ കറക്റ്റ് മാർക്കിംഗ് ആയിരിക്കണം. തെറ്റിപ്പോകാൻ പാടില്ല. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസർ ഡോർ ഫിറ്റ് ചെയ്യുന്നതിനെ ബാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഫ്രീസർ ഡോർ അതിനകത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മാർക്കിംഗ് വീണിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. വീണിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒരു ഡോട്ട് അവിടെ കാണാം. അവിടെ ഒന്നുകൂടി നമ്മൾ സ്ക്രൂ വെച്ചിട്ട് മാർക്കിംഗ് ഒന്നുകൂടി കനം വരുത്തുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു കോട്ടൺ ഗ്ലൗ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. കോട്ടൺ ഗ്ലൗ മാത്രമേ പറ്റത്തുള്ളൂ. ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചാലും മതി. എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ കോട്ടൺ ഗ്ലൗ എല്ലാം നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് ചെയ്യേണ്ടതിന് ആവശ്യമായ ഫ്രീസർ ഡോറും സ്ക്രൂസും ഒരു വാഷറും അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറും കട്ടിംഗ് പ്ലെയറും എല്ലാം എടുത്തു വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു സ്ക്രൂ എടുത്തിട്ട് ഇതുപോലെ കട്ടിംഗ് പ്ലെയറിൽ പിടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലൈറ്റർ ഉപയോഗിക്കാം. നമുക്കിവിടെ അത് ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ പ്ലെയറിൽ പിടിച്ച ആ സ്ക്രൂ ചൂടാക്കിയെടുക്കുക. വീഡിയോയിൽ കാണിക്കുന്ന അത്രയും സമയം ചൂടാക്കിയാൽ മതി. കൂടുതൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വിഷയമാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്രയും സമയം സ്ക്രൂ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഫ്രീസർ ഡോർ എടുത്ത് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച വശത്ത് നമ്മൾ ഹീറ്റ് ചെയ്ത സ്ക്രൂ, അതായത് ചൂടാക്കിയ സ്ക്രൂ, ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തിരിച്ച് തന്നെ കയറ്റുക. ഇങ്ങനെ ചൂടുള്ള സ്ക്രൂ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൗ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഗ്ലൗ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ കോട്ടൺ ഗ്ലൗ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തും യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തിരിച്ച് തന്നെ കയറ്റണം. തിരിച്ച് കയറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചൂടുള്ള സ്ക്രൂ ഡയറക്റ്റ് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് ഡയറക്റ്റ് അങ്ങോട്ട് കയറിയിട്ട് ഒരു ലൂസായി പോകും. പിന്നെ നമുക്ക് സ്ക്രൂ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് 2-3 സ്ക്രൂ ഉപയോഗിച്ചത് നേരത്തെ. അപ്പോൾ ഇത് നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ സ്ക്രൂ ഡ്രൈവറെല്ലാം ഉപയോഗിച്ച് തിരിക്കുമ്പോൾ ഇതുപോലെ അകത്ത് കയറി ടൈറ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ ടൈറ്റ് ആവാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ച് തന്നെ കയറ്റണം എന്ന് പറഞ്ഞത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇത് എന്താ പറയുക, ഈ ഫ്രീസർ ഡോർ
കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ വാഷർ എടുത്തപ്പോൾ വീഡിയോയിൽ കാണിച്ചതുപോലെ നമ്മൾ ആ വാഷറും സ്ക്രൂ ഡ്രൈവറും എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ഫ്രീസർ ഡോർ അവിടെ പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ താഴെ കൂടെ ഇതുപോലെ സ്ക്രൂവിൽ വാഷർ ഇട്ടതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്ക്രൂ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് ഏകദേശം അകത്ത് കയറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം നമ്മൾ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഫുൾ ടൈറ്റ് ചെയ്ത് ചെറിയൊരു ലൂസിൽ വേണം ഇത് വെക്കാൻ. അപ്പോൾ നിങ്ങൾ ഫ്രീസറിന് അടിയിൽ ഇതുപോലെ ഐസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് ശരിയാക്കുന്നത് ഫ്രീസർ ഡോർ ശരിയാക്കിയതിന് ശേഷം ഇതെങ്ങനെ ശരിയാക്കാമെന്ന് നമ്മുടെ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞു. ഫ്രീസർ ഡോർ ഇതുപോലെ തുറന്ന് അടച്ചു കഴിഞ്ഞാൽ പക്കയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഓക്കെയാണ്. അപ്പോൾ ഇത് ഓക്കെ. അപ്പോൾ ഫ്രീസർ ഡോർ റിപ്പയർ ചെയ്ത് ശരിയാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെ ഈ ട്രിക്ക് ഉപയോഗിച്ച് ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാശൊക്കെ ലാഭിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഡോറിലുള്ള ബോട്ടിൽ ട്രൈസ് എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലുണ്ടായിരിക്കുന്ന ബോട്ടിൽ ട്രേസ് ഇതുപോലെ ഇളകി പോവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് ശരിയാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഫ്രിഡ്ജാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ എങ്കിലും കിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പൊട്ടിക്കിടന്നിരുന്ന ബോട്ടിൽ ട്രേ എടുത്തു മാറ്റിയപ്പോൾ ഇവിടെ ഒരു ആണി പോലത്തെ സംഭവമാണ് കണ്ടിരിക്കുന്നത്. അവിടെ ഹൂക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ബോട്ടിൽ ട്രേ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ആ ആണി പോലത്തെ സംഭവം അവിടെ നിന്ന് ഇളകി പോയിട്ടുണ്ട്. അവിടെ ഒരു ഹോളായിട്ടാണ് കാണുന്നത്. ഇവിടെ ആ സംഭവം ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരെണ്ണം അവിടെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് MC-യിലാണ്, നിങ്ങളിപ്പോൾ കണ്ടില്ലേ. പിന്നെ ഒരു സ്ക്രൂവും MC-യിലുമാണ് നമ്മളിതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അത് എടുത്തു വെക്കുക. അതിനുശേഷം നമ്മൾ MC-യിൽ പെട്ടി പൊട്ടിച്ചതിന് ശേഷം പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈക്വൽ അളവിൽ, വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളൂ, MC-യിൽ നമ്മൾ എടുക്കേണ്ടത് ഈക്വൽ അളവിലാണ്. പലർക്കും അറിയുന്നുണ്ടായിരിക്കും, എന്നാലും നമ്മൾ ഒന്നുകൂടി പറയുകയാണ്. ഇതുപോലെ MC-യിൽ ഈക്വൽ അളവിൽ എടുക്കുക. ഒരു ഹോളിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി MC-യിലാണ് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ കണ്ടില്ല, അതുപോലെ ഹോളിനാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി. അതേ നമ്മളിപ്പോൾ എടുത്ത അത്രയും തന്നെ ബ്ലാക്ക് MC-യിലും എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മെറ്റ് ബ്ലാക്ക് കളർ ആവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത MC-യിൽ ഏകദേശം മാറ്റ് ബ്ലാക്ക് കളറായിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട ഫ്രിഡ്ജിൻ്റെ ഡോറിലുണ്ടായിരുന്ന ഹോളിനകത്തോട്ട് നമ്മൾ ഇതുപോലെ MC-യിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം കുറച്ച് നിറച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ കാണുന്നത് പോലെ എന്തെങ്കിലും ആണിയോ സ്ക്രൂ എല്ലാം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഹെഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി നന്നായിട്ട് അകത്തോട്ട് പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് MC-യിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആണി കൊണ്ട് എന്തെങ്കിലും കുത്തി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച സ്ക്രൂ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഫില്ല് ചെയ്ത MC-യിലോട്ട് ഇതുപോലെ തിരിച്ച് തന്നെ കയറ്റേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് അഴിച്ചെടുക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അത് സ്ക്രൂ ടൈറ്റ് ആയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തിരിച്ച് കയറ്റേണ്ടത്. അപ്പോൾ തിരിച്ചൊരു മീഡിയം ലെവലിൽ നമ്മൾ അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള നമ്മുടെ ആ ഹൂക്ക് പോലെ തന്നെ, ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ആണി പോലത്തെ സംഭവം പോലെ തന്നെ നമ്മൾ ഈ സ്ക്രൂ ഇതുപോലെ അത്രയും ഡെപ്തിൽ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നമ്മൾ ചെയ്തു വെക്കും. അതിനുശേഷം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് അതായത് നമ്മളെ MC-യിലെല്ലാം കട്ട പിടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ബോട്ടിൽ ട്രേ ഇവിടെ ഹൂക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി, നമ്മുടെ ആ പരിപാടിയും ഫിനിഷായി. വളരെ വൃത്തിയായില്ലേ. ഇപ്പോൾ നമ്മുടെ അകത്തുള്ള MC-യിലോ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബോട്ടിൽ ട്രേ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. ചില ഫ്രിഡ്ജുകൾക്ക് മറ്റുള്ള ഒരു തരത്തിലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ചെറിയ രീതിയിലെങ്കിലും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.